ഹായ് മക്കളെ, ഒറ്റ മിനിറ്റിൽ നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാം. വായോ, നമുക്കിവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ തന്നിരിക്കുന്നതിൻ്റെ IUPAC നാമം എഴുതണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തന്നിരിക്കുന്ന ചോദ്യത്തിൽ എത്ര കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് നോക്കണം. ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ വെറും 4 കാർബൺ ആറ്റങ്ങളുള്ളത്. കാർബൺ ആറ്റങ്ങളുടെ എണ്ണം അനുസരിച്ചുള്ള വേഡ് റൂട്ട് അഥവാ പദമൂലം നിങ്ങൾ എന്ത് ചെയ്തിരിക്കുക? കാണാതെ പഠിച്ചിരിക്കുക. ഒന്നാമത്തെ കാർബൺ മുതൽ 10 കാർബൺ വരെ വന്നു കഴിഞ്ഞാൽ എന്താണ് പേരിൻ്റെ കൂടെ ചേർക്കേണ്ട വേഡ് റൂട്ട്? ഇവിടെ നമുക്കറിയാം തന്നിരിക്കുന്ന ചോദ്യത്തിൽ 4 കാർബൺ ആറ്റങ്ങളില്ലേ? അപ്പോൾ നമുക്കറിയാം C4, അതായത് 4 കാർബൺ ഉണ്ടെങ്കിൽ വേഡ് റൂട്ട് എന്താണ്? ബ്യൂട്ട് എന്നാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസറിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വേഡ് റൂട്ട് എന്ന് ചേർക്കുക. വേഡ് റൂട്ട് എന്താണ്? ബ്യൂട്ടാണ്. അത് കഴിഞ്ഞാൽ അടുത്തായിട്ട് നോക്കേണ്ട കാര്യം, ഈ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഡബിൾ ബോണ്ട് ഉണ്ടോ നോക്കാം. നമുക്കറിയാം ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അത്തരം കോമ്പൗണ്ട്സ് ആണ് ആൽക്കീൻസ് എന്ന് പറയുന്നത്. ആൽക്കീനിലാണ് വരുന്നതെങ്കിൽ പേരിൻ്റെ അവസാനം സഫിക്സ് ആയിട്ട് എന്ത് ചേർക്കണം? ENE ചേർക്കണം. അപ്പോൾ ഇതിൻ്റെ പേരെന്താ വരിക? ബ്യൂട്ട് ഈൻ.